എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു മീൻ കറിയാണ്. മത്തി ചേർത്തിട്ടുള്ള നല്ലൊരു മുളകിട്ട മീൻ കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. മീൻ കറി തയ്യാറാക്കുന്നതിന് മുമ്പായി മീൻ കറിയിലേക്ക് ആവശ്യമായ 3 ചെറിയ കഷ്ണം കുടംപുളി 1/4 കപ്പ് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്താനായി വെക്കാം. ഇനി നമുക്ക് മീൻ കറി തയ്യാറാക്കാനായി തുടങ്ങാം. മീൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി സ്റ്റവിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഉലുവയ്ക്ക് പകരമായിട്ട് ഉലുവ പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും 8-10 അല്ലി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറി കളറെല്ലാം മാറി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് 8-10 ചെറിയുള്ളി ചതച്ചതും കൂടെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി നമുക്ക് നന്നായി സോഫ്റ്റായി കളറൊന്ന് മാറി കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ച് 3-4 മിനിറ്റ് നന്നായി ഇളക്കി ഉള്ളി നന്നായി ഒന്ന് സോഫ്റ്റായി ഇതുപോലെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ലൊരു കളറിനും എരിവിനുമായിട്ട് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അഥവാ പിരിയൻ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള സാദാ മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് മസാലകളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കറിയിലേക്കൊന്ന് അലിഞ്ഞു ചേരുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വഴറ്റി തക്കാളി നന്നായി സോഫ്റ്റായി വെന്തുടഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന പുളി ആ വെള്ളത്തോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പുളിവെള്ളം മസാലയിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 200 ml ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ച ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. കുറവുള്ള ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പൊന്ന് പാകമായി കിട്ടിക്കഴിഞ്ഞാൽ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം ചെറിയ നാടൻ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഈ മീനെല്ലാം ഇതുപോലെ കറിയിലൊന്ന് മുങ്ങിക്കിടക്കും വിധം ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ചെറിയ മീനായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് തവി ഇട്ടിളക്കി മീൻ പൊടിഞ്ഞു പോകാതിരിക്കാനായി ചട്ടി ഇതുപോലെ കയ്യിലെടുത്തൊന്ന് കറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയിലെ വെള്ളം ഒന്ന് വറ്റി കറി ഒന്ന് കുറുകി പാകമായി കിട്ടാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ 2-3 മിനിറ്റ് കൂടി കറി ഇതുപോലെ തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ച് കറി ഒന്ന് കുറുകി പാകമായി കിട്ടിയിട്ടുണ്ട്. കറി ഇനിയും കൂടുതൽ വറ്റിച്ചെടുക്കണമെന്നുള്ളവർക്ക് നമ്മുടെ പാകത്തിനൊന്ന് വറ്റിക്കിട്ടും വരെ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ തുറന്നു വെച്ചൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളി കറിയിൽ കിടന്ന് കൂടിപ്പോവാതിരിക്കാനും അതുപോലെ പുളി ഇഷ്ടമില്ലാത്തവർക്കും വേണമെങ്കിൽ ഇതുപോലെ 1-2 കഷ്ണം പുളി കറിയിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറിയിലെ ഉപ്പും പുളിയൊക്കെ പാകമായി കറിയൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1-2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഇതിൻ്റെ മണവും രുചിയും നഷ്ടപ്പെടാതിരിക്കാനായി കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇതുപോലെ മൂടി വെച്ച് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഈ ഒരു കറിയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്